ഹാപ്പി ഗാർഡനിന്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾ ഈ ചാനൽ ആദ്യമായാണ് വരുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സൈഡിൽ കാണുന്ന ബെൽ ബട്ടൺ അമർത്തിയെന്ന് ഉറപ്പുവരുത്തുക. എങ്കിൽ മാത്രമേ ഈ ചാനലിൽ വരുന്ന പുത്തൻ വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി നിമിഷനേരം കൊണ്ട് അറിയാൻ സാധിക്കൂ. നമുക്ക് വളരെ എളുപ്പത്തിൽ ചട്ടിയിലോ അല്ലെങ്കിൽ ഹാങ്ങിങ് ബാസ്ക്കറ്റിലോ ഗ്രോ ബാഗിലൊക്കെ ഈസി ആയിട്ട് നട്ടു വളർത്തി നല്ല രീതിയിൽ കെയർ കൊടുത്തു കഴിഞ്ഞാൽ നല്ല രീതിയിൽ വളർന്നു വരുന്ന ഒരു പ്ലാന്റ് ആണ് കോളിയസ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമുക്ക് കോളിയസിനെ കുറിച്ചുള്ള കുറച്ച് കെയറും അതിൻ്റെ പരിചരണ രീതികളൊക്കെ നമുക്കൊന്ന് മനസ്സിലാക്കാം. എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് കോളിയസ് വളർത്തുമ്പോൾ എന്നാണ് മെയിനായിട്ട് നമ്മൾ ഈ ഒരു വീഡിയോ പറയാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ എല്ലാവർക്കും വളരെ എളുപ്പത്തിൽ വളർത്താൻ പറ്റിയ ഒരു പ്ലാന്റ് ആണ് കോളിയസ്. ചെറിയൊരു തണ്ട് നട്ട് കഴിഞ്ഞാൽ പോലും ഈസി ആയിട്ട് പെട്ടെന്ന് തന്നെ സ്പ്രെഡായി വളരെ അഗ്രസീവായിട്ട് വളരുന്ന ഒരു പ്ലാന്റ് ആണ് കോളിയസ്. അപ്പോൾ കോളിയസിൻ്റെ പല നിറങ്ങളുടെ പല വെറൈറ്റികൾ എല്ലാവരുടെയും കയ്യിലുണ്ടായിരിക്കും. അപ്പോൾ കോളിയസ് വളർത്തുന്ന ഒരാളാണെങ്കിൽ അയാളുടെ കയ്യിൽ എന്തായാലും ഒന്നിൽ കൂടുതൽ വെറൈറ്റികൾ എപ്പോഴും ഉണ്ടാവും. അപ്പോൾ ഈ ഒരു കോളിയസ് വളർത്തുന്ന സമയങ്ങളിൽ പലരും കോമൺ ആയിട്ട് പറയുന്നൊരു കാര്യമാണ്, ഈ ഒരു തണ്ട് കൊണ്ടുവരുന്ന സ്ഥലത്ത് ഇതിനേക്കാൾ നന്നായിട്ട് കളർ ഉണ്ടായിരുന്നു, പക്ഷെ നമ്മുടെ വീട്ടിൽ കൊണ്ടുവന്ന് നട്ട ശേഷം ഇതിൻ്റെ ആ ഒരു കളർ കിട്ടുന്നില്ല എന്ന് പലരും പറയാറുണ്ട്. ഇതിനുള്ള മെയിൻ റീസൺ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു കോളിയസ് നമ്മൾ ഓവർ ഫെർട്ടിലൈസിങ് ചെയ്യാൻ പാടില്ല. ഓവറായിട്ട് നമ്മൾ വളം ചെയ്ത് കഴിഞ്ഞാൽ കോളിയസിൻ്റെ ആ ഒരു ട്രൂ കളർ ശരിക്കും അത് പ്രകടിപ്പിക്കില്ല. അങ്ങനെ ഒരു പ്രശ്നം പലപ്പോഴും കോളിയസിന് വരാറുണ്ട്. അപ്പോൾ നമ്മൾ വളം ചെയ്യുന്ന സമയങ്ങളിൽ മറ്റെല്ലാ ചെടികൾക്കും വളം ചെയ്യുന്ന കൂട്ടത്തിൽ നമ്മൾ കോളിയസിനും കൂടുതലായിട്ട് വളം ചെയ്യാതിരിക്കാൻ ശ്രമിക്കുക. കോളിയസ് നമ്മൾ എപ്പോഴും ഒരു ചാണകപ്പൊടിയോ അല്ലെങ്കിൽ അല്പം NPK അങ്ങനെ എന്തെങ്കിലും കൊടുത്താൽ മതി. ഓവറായിട്ട് നമ്മൾ ഈ മാസത്തിൽ 2 പ്രാവശ്യം 3 പ്രാവശ്യം വെച്ച് ഒരിക്കലും കോളിയസിന് വളം ചെയ്യാൻ പാടില്ല. ഓവറായിട്ട് നമ്മൾ വളം ചെയ്ത് കഴിഞ്ഞാൽ കോളിയസിൻ്റെ ആ ട്രൂ കളർ പ്രകടമാക്കില്ല. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെ കോളിയസ് വളർത്തുമ്പോൾ മെയിനായിട്ട് ഉണ്ടാകുന്ന ഒരു പ്രശ്നമാണ് ഇലച്ചുരുട്ടിപ്പുഴുവിൻ്റെ ശല്യം. ഇലച്ചുരുട്ടിപ്പുഴു വന്നിട്ട് ഇതിൻ്റെ ഇലകളെല്ലാം ചുരുട്ടിയിട്ട് ഇതിനെ തിന്ന് നശിപ്പിക്കുന്ന പ്രശ്നം പലപ്പോഴും കാണാറുണ്ട്. അപ്പോൾ ഈ കോളിയസ് വളർത്തുന്ന ആളുകളാണ് നിങ്ങളെങ്കിൽ, കോളിയസ് നിങ്ങൾ വളർത്താറുണ്ടെങ്കിൽ ഈ ഒരു പുഴു വന്നാലും വന്നിട്ടില്ലെങ്കിൽ നിങ്ങൾ മാസത്തിൽ 2 പ്രാവശ്യം വെച്ചിട്ട് കീടനാശിനി തളിച്ചു കൊടുക്കേണ്ട അത്യാവശ്യമാണ്. എക്കാലറ്റ്സ് പോലുള്ള ഏതെങ്കിലും കീടനാശിനി നിങ്ങൾക്ക് തളിക്കാം. അതല്ലെങ്കിൽ 4 ml വേപ്പെണ്ണ 1 ലിറ്ററിൽ കലക്കിയ ശേഷം നന്നായിട്ട് ഷെയ്ക്ക് ചെയ്ത് നമ്മുടെ ചെടി മൊത്തമായിട്ടൊന്ന് സ്പ്രേ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ തന്നെ ഈ ഒരു ഇലച്ചുരുട്ടിപ്പുഴിൻ്റെ ശല്യം നമുക്ക് മാക്സിമം മാറ്റിയെടുക്കാൻ പറ്റും. മാസത്തിൽ 2 പ്രാവശ്യം നമ്മൾ ഈ ഒരു കീടനാശിനി തളിക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു കീടം വല്ലാതെ നമ്മുടെ ചെടി ആക്രമിക്കില്ല. വേപ്പെണ്ണയുടെ ഒരു സാന്നിധ്യം ഉണ്ടായി കഴിഞ്ഞാൽ തന്നെ ഒട്ടുമിക്ക എല്ലാ കീടങ്ങളും നമ്മുടെ ചെടിയിൽ നിന്ന് അകന്നു പോകും. അതുപോലെ തന്നെ ഇലച്ചുരുട്ടിപ്പുഴിൻ്റെ ശല്യവും നമുക്ക് വല്ലാതെ ഉണ്ടാവില്ല. പിന്നെ എപ്പോഴും നമ്മൾ ഈ ഒരു ചെടി നടുമ്പോൾ മറ്റെല്ലാ ചെടികളും നടുന്ന പോലെ തന്നെ നന്നായിട്ട് നീർവാർച്ച നമ്മൾ കൊടുക്കേണ്ട അത്യാവശ്യമാണ്. നന്നായിട്ട് നീർവാർച്ച ഈ ഒരു ചെടിക്ക് കിട്ടിയിട്ടില്ലെങ്കിൽ ഈ ഒരു ചെടി പെട്ടെന്ന് തന്നെ അഴുകി പോകും. അതുപോലെ തന്നെ വേരിനൊക്കെ പെട്ടെന്ന് ചീച്ചിൽ വരികയും ചെയ്യും. ഇപ്പോൾ ഈ ഒരു ചെടി നമുക്ക് സാധാരണ പോട്ടിൽ മാത്രമല്ല ഹാങ്ങിങ് ബാസ്ക്കറ്റിലും ചെയ്യാം. ഹാങ്ങിങ് ബാസ്ക്കറ്റിൽ ചെയ്യുന്ന സമയത്ത് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ പ്രൂണിങ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നന്നായിട്ട് മനോഹരമായിട്ട് ചെടി കൊണ്ടുപോകാൻ പറ്റും. അപ്പോൾ ഈ ഹാങ്ങിങ് ബാസ്ക്കറ്റിൽ നമ്മൾ ചെടി വളർത്തുന്ന സമയങ്ങളിൽ പെട്ടെന്ന് ഇതിൻ്റെ വെള്ളത്തിൻ്റെ ഒരു കൺസപ്ഷൻ വളരെ കൂടുതലാണ്. അപ്പോൾ പെട്ടെന്ന് തന്നെ ഇലകൾക്കൊരു വാട്ടം വരാനും ഒരു വാടി നിൽക്കുന്ന സ്റ്റേജിലേക്ക് എപ്പോഴും ചെടി ഇങ്ങനെ മാറിക്കൊണ്ടേയിരിക്കും ഈ വേനൽ സമയങ്ങളൊക്കെ ആണെങ്കിൽ. അപ്പോൾ നമ്മൾ ഇടയ്ക്ക് കൂടുതലായിട്ട് നമ്മൾ നനച്ചു കൊടുക്കേണ്ട അത്യാവശ്യമാണ്. അപ്പോൾ നീർവാർച്ചയുള്ള പോട്ടിലാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ ഹാങ്ങിങ് ബാസ്ക്കറ്റായിട്ട് ചെയ്യുന്ന സമയങ്ങളിൽ 2-3 നേരമൊക്കെ ചില സമയങ്ങളിൽ നമ്മൾ നനച്ചു കൊടുക്കേണ്ട ആവശ്യം വരും. അപ്പോൾ അതൊക്കെ നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ എപ്പോഴും നമുക്ക് നനച്ചു കൊടുക്കാൻ പറ്റില്ല. ദിവസത്തിൽ 1 പ്രാവശ്യമൊക്കെ നനച്ചു കൊടുക്കാൻ പറ്റുന്നുള്ളെങ്കിൽ നിങ്ങൾ ഹാങ്ങിങ് ബാസ്ക്കറ്റിൽ കോളിയസ് നടാതിരിക്കാൻ ശ്രമിക്കുക. നമുക്കിത് വളരെ ഈസി ആയിട്ട് നട്ടുപിടിപ്പിക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞു. നമുക്ക് വളരെ ഈസി ആയിട്ട് തണ്ട് മുറിച്ച് നട്ടുകൊണ്ട് പുതിയ തൈകൾ ഉണ്ടാക്കാം. ഇതിൻ്റെ ഇലകൾ മുറിച്ച് നട്ട് കഴിഞ്ഞാൽ പോലും പുതിയ തൈകൾ ഇലയിൽ നിന്ന് വരെ പൊട്ടി മുളച്ചുണ്ടാവും. അപ്പോൾ ഇലയുടെ ആ ഒരു തണ്ട് വരുന്ന ഭാഗം നമ്മൾ മണ്ണിലോട്ട് അല്ലെങ്കിൽ മണ്ണിലോട്ട് താഴ്ത്തി വെച്ച് വെള്ളമൊക്കെ ഇടയ്ക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അതിന് അടിയിൽ വേരെല്ലാം വന്ന് അതൊരു പുതിയ ചെടിയായിട്ട് മാറുന്ന നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ കോളിയസ് നമ്മൾ പ്രത്യേകിച്ച് എക്സ്ട്രാ കെയറും കാര്യങ്ങളൊന്നും കൊടുക്കേണ്ടെന്ന് ആവശ്യമൊന്നുമില്ല. ഈ ഒരു 2-3 കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുകയാണെങ്കിൽ നമ്മുടെ കോളിയസ് നല്ല രീതിയിൽ വളർന്നു വരും. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കയ്യിൽ 2-3 വെറൈറ്റി കോളിയസ് ഉണ്ടെങ്കിൽ അതിൽ നിന്ന് പുതിയൊരു വെറൈറ്റി കോളിയസ്, പുതിയൊരു നിറത്തിലുള്ള കോളിയസ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ അതിനെക്കുറിച്ച് നമുക്ക് പിന്നീട് ഒരിക്കലും വീഡിയോ ആയിട്ട് ചെയ്യാം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് പറയാനുള്ളത്. വീഡിയോ എല്ലാവർക്കും ഉപകാരപ്രദമായി ഉണ്ടാവും എന്നാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ അടുത്ത വീഡിയോയിൽ മറ്റൊരു വിഷയമായിട്ട് കാണുന്നവരെ ഹാപ്പി ഗാർഡനിങ്.